الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي വേദിയിലിരിക്കുന്ന കോഴിക്കോട് GIO ജില്ലാ പ്രസിഡന്റ് ഷെരീഫ സാഹിബ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കർണാടക സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകയുമായ ബഹുമാന്യയായ ഉമേറ ബാനു സാഹിബ, ജമാഅത്തെ ഇസ്ലാമി കേരള ജനറൽ സെക്രട്ടറി MK മുഹമ്മദ് അലി സാഹിബ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബഷീർ സാഹിബ്, വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് നസീമ സാഹിബ, മറ്റു പോഷക സംഘടനകളുടെയും ജമാഅത്തിന്റെയും ബഹുമാന്യരായ ഭാരവാഹികളെ, സദസ്സിലെ എൻ്റെ പ്രിയ അനുജത്തിമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നിങ്ങളിൽ ഏവരിലും നേരുകയാണ്. 1984 ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായി GIO കേരളത്തിൽ രൂപീകരിച്ചപ്പോൾ അതിനുശേഷം 32 വർഷക്കാലമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ, കേരളീയ സമൂഹത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള ഇടമായി, ഇസ്ലാമിന്റെ സ്ത്രീ പ്രതിനിധാനമായി GIO കേരള പ്രവർത്തിച്ചു വരികയാണ്. അതിന് ഊടും കരുത്തും ഊർജവും സമയവും ആരോഗ്യവും ഒക്കെയും നൽകി അതിനെ വളർത്തുകയും ആ സംഘടനയിലും പ്രസ്ഥാനത്തിന്റെയും വിഷയത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അണികളാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ. അതല്ല എങ്കിൽ അതിന്റെ ആദർശ ആശയങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരാണ് ഈ ഇരിക്കുന്ന സദസ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിലും അതിനെ തുടർന്ന് മുഖ്യപ്രഭാഷണത്തിലും സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകമായ ചില കണക്കുകൂട്ടലുകളിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം സ്ത്രീ എന്നത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ എന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് എനിക്ക് ചെയ്യുവാനുള്ളത് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് വല്ലതും ചെയ്യുവാനുണ്ടോ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എങ്ങനെയാണ് ഒരു ക്ഷേമരാഷ്ട്രത്തിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രതിനിധിയായ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൽ വിദാഇൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ എന്താണോ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അത്രയും പ്രസക്തമായ ഒന്നും നമ്മൾ ഇന്നേവരെ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. നിങ്ങളിൽ ഒരു അറബിയും മറ്റൊരു അനറബിയേക്കാളും യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്നത്, ഒരു കറുത്തവനും ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്നത്, അടിമയാണോ ഉടമയാണോ വലത് എന്നുള്ള ഒരു തർക്കത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നത്, നിങ്ങളിൽ ആർക്കും അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പദവിയോ പ്രാധാന്യവുമില്ല, ഇല്ലാ ബി തഖ്വ,
നിങ്ങളിൽ ഏതു മനുഷ്യനാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് സ്വന്തം ജീവിതത്തിൽ നിഷ്കർഷത പാലിച്ച് ജീവിക്കുന്നവർ ഒഴികെ എന്നതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയ സന്ദേശം. ഇതല്ലാത്ത ഒന്നിനെ നിങ്ങളിൽ ആരാണോ കർമ്മം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ആരാണോ അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായിട്ടുള്ളത്, അവനാണ് ഈ ലോകത്തിലും പരലോകത്തിലും മഹാൻ എന്ന വാക്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഉയർന്നു കേട്ടിട്ടുള്ള വാക്കുകളിൽ പ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിമ എന്നത്, കീഴ്ജാതി എന്നത്, താഴ്ന്ന ജാതി എന്നത്, സവർണൻ എന്നത്, മേൽക്കോയ്മയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ താനാണ് തറവാട്ട് മഹിമയിൽ ഉന്നതനായിരിക്കുന്നത്, ഞാനാണ് സമ്പത്തിന്റെ കാര്യത്തിൽ ഉന്നതനായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ കീഴാളനാണ് എന്നും ഞാൻ മേൽജാതിയിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ ഏത് ആശയം ആദർശവുമാണോ വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുക എന്നത് നിന്റെ ബാധ്യതയാണെന്ന് പറയുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്റെ ശിരോവസ്ത്രം നീ ഊരി കയ്യിൽ പിടിക്കുക. മുസ്ലിം സ്ത്രീയാണെന്ന പേരിൽ നീ എന്നും തലകുനിച്ചു നടക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിരോവസ്ത്രത്തിന് അനുമതിയില്ല എന്ന് പറയുക. ഞാൻ നിന്നെ മൂന്നും ചൊല്ലി എന്ന് ഒറ്റവാക്കിൽ ഒരു വാട്സപ്പ് മെസ്സേജോ ഫേസ്ബുക്ക് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ വഴിയുള്ള ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ മതി.
നീയുമായി ഇത്ര ദിവസവും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് നിന്റെ ദമ്പതിയായി, നിന്റെ ഇണയായി, നിന്റെ നല്ല പാതിയായി കഴിഞ്ഞ മനുഷ്യൻ നിന്നിൽ നിന്ന് വേർപെടുവാൻ. അതുകൊണ്ട് ലിംഗനീതി എന്നതും ലിംഗപദവി എന്നതും സമത്വം എന്നതും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്ന് പറയുക. അതുകൊണ്ട് നമുക്കൊരു രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കാം, ഒരു ദേശത്തെക്കുറിച്ച്, ഒരൊറ്റ സംസ്കാരത്തെക്കുറിച്ച്, ഒരൊറ്റ ആശയ ആദർശത്തെക്കുറിച്ച് സംസാരിക്കാം. അവിടെ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ലിംഗപദവിയുണ്ട്, ലിംഗസമത്വമുണ്ട് എന്ന് പറയുക. മുസ്ലിം സ്ത്രീയുടെ മുത്തലാഖിന്റെ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത് എന്ന് പറയുക. നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദിയാണ് പറഞ്ഞത്, മുത്തലാഖിന്റെ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. കാരണം അതിന്റെ പേരിൽ അനീതിക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്ന, അവഹേളനത്തിന് പാത്രമായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് രക്ഷ ആവശ്യമാണ്. അതിനുള്ള പോംവഴി ഏക സിവിൽ കോഡ്, അല്ലെങ്കിൽ ഏകശിലാത്മക രൂപത്തിലുള്ള ഒരു സംസ്കാരവും ഒരു സിവിൽ നിയമവും ഇവിടെ നടപ്പിലാവുക എന്നതാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ തലയിൽ ഒരു മിന്നലാട്ടം ഉണ്ടാവാം. അതാണല്ലോ ശരി. കാരണം ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും സംവാദങ്ങളും ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടമാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നിനിക്ക് പുറത്തുപോയി ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് കളയാമെന്ന ഒരൊറ്റ ദിവസത്തിന്റെ മോഹം കൊണ്ടിവിടെ വന്നവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം 32 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ GIO കേരള, ഈ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ സമരമുറകളിലൂടെയും പഠന പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. 1984 GIO കേരള രൂപീകരിച്ചതിനു ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു സ്ത്രീ സംഘടനകൾക്കും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത, ഇന്നും ഇന്ത്യയിൽ തന്നെ 10,000-ഓളം പേർ അണികളായുള്ള ഒരു വനിതാ സംഘടന, പ്രത്യേകിച്ച് ഒരു മുസ്ലിം വനിതാ സംഘടന, ഒരു വനിതാ സംഘടന തന്നെ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഏജ് ഗ്രൂപ്പിനെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ഇന്ന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. അൽഹംദുലില്ലാ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അത് സാധിച്ചത് അതിന്റെ പേരിൽ മതപൗരോഹിത്യത്തിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ്. പ്രതിരോധത്തെ എങ്ങനെയാണ് എന്റെ പേനയാക്കി തീർക്കേണ്ടത്, എന്റെ ആയുധമാക്കി തീർക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പെൺകുട്ടികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1984 GIOന്റെ രൂപീകരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ GIOവിന്റെ പ്രഥമ അധ്യക്ഷയായ KK ഫാത്തിമ സുഹറ ടീച്ചറിന്റെ നേതൃത്വത്തിൽ 1986 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള യാത്ര സംഘടിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, 1986 കേരളത്തിന്റെ സാഹചര്യം എന്താണ് എന്നത്. എന്തായിരുന്നിരിക്കാം ഒരു പെണ്ണ് സംസാരിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന ഒരു പൊതുവേദിയിൽ പുരുഷനായ അല്ലെങ്കിൽ പുരുഷന്മാരിരിക്കുന്ന മത പണ്ഡിതന്മാർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇന്നോളം അവർ കൊണ്ടു നടന്ന ഓരോ വനിതാ പ്രതിനിധിക്ക്, അവരുടെ തന്നെ വനിതാ നേതാവിന് സംസാരിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ, ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഹാദാ ഹറാമൻ 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 എന്ന് 3 തവണ പ്രഖ്യാപിക്കുമ്പോൾ, തന്റെ കുഞ്ഞിന് മുല കൊടുക്കുക എന്ന ഉമ്മയുടെ അധമ്യമായ ആഗ്രഹത്തെ, അവളുടെ സ്നേഹത്തെ, കുഞ്ഞിന്റെ ആവശ്യത്തെ, മനുഷ്യാവകാശത്തെ 5 ബാങ്കുകൾക്ക് ശേഷം മാത്രമേ നിവർത്തിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ തത്വം, ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്ന ഇന്നത്തെ 2016 കേരള സാഹചര്യം നമ്മൾ ഇന്ന് എടുത്തു വെച്ചുകൊണ്ട് GIO ഏത് കാലത്താണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്ത്രീ പീഡനത്തിന് എതിരെയായിക്കൊണ്ട് കവലകളിൽ തോറും പ്രസംഗിച്ച് അന്നത്തെ ഗവർണറായിരുന്ന P. രാമചന്ദ്രന് ഒരു നിവേദനം സമർപ്പിച്ചത് എന്നത്
നമ്മളൊന്ന് ഓർത്തു നോക്കുന്നത്, അതിന്റെ ചരിത്രത്തെ ഇവിടെ അനുസ്മരിക്കുന്നത് നന്നാണെന്ന് തോന്നുന്നു. ശബ്ദം ഹറാമാണെന്ന് പറയുന്ന മതപൗരോഹിത്യത്തിനേറ്റ് ഏറ്റവും ആദ്യത്തെ തിരിച്ചടിയായിരുന്നിരിക്കണം 1986 ഈ യാത്ര എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം 1992 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയിൽ PV റഹ്മത്തുന്നിസ ടീച്ചറിന്റെ അധ്യക്ഷതയിൽ ആ സമയത്ത് നേതൃത്വത്തിൽ അവർ ഒരു യാത്ര നടത്തുകയുണ്ടായി. മദ്യമാണ് സകല തിന്മകളുടെയും മാതാവ് എന്ന തലക്കെട്ടിലായിരുന്നു ആ യാത്ര. ഇന്ന് 2012 സൗമ്യാവധവുമായി ബന്ധപ്പെട്ട് ഇന്നും നിലനിൽക്കുന്ന, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബലാത്സംഗങ്ങളുടെയും സ്ത്രീപീഡന കേസുകളിലും മദ്യം എത്രമാത്രം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ GIO എടുത്ത നിലപാടിന് അതിനെതിരെ ശക്തിയുക്തം നിന്നു എന്നത് തന്നെ മതി. എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അവൾ സുരക്ഷിതയായിരിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന പെൺകൂട്ടത്തിന് എന്താണ് നിലപാട് സ്വീകരിക്കുവാനുള്ളത് മദ്യത്തിന്റെ വിഷയത്തിൽ എന്ന് ചോദിക്കുന്നതിനുള്ള പ്രസക്തി ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ അടുത്ത ദിവസം സൗമ്യയുടെ അമ്മയെ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രതിരോധങ്ങൾ ഞങ്ങൾക്ക് ധൈര്യം പകരുന്നുണ്ട്. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊലയാളിക്ക് വേണ്ടി BA ആളൂർ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ക്രിമിനൽ ലോയറെ നിർത്തുവാൻ ഏതോ ഒരു കൂട്ടർ ഇന്നും തയ്യാറുണ്ട് എന്നത് നമ്മൾ ചിന്തിച്ചാൽ, ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കുവാൻ ലക്ഷങ്ങൾ തുകയായി ഫീസായി വാങ്ങുന്ന ഒരു പ്രമുഖനായ ക്രിമിനൽ ലോയറെ ആരാണ് നിശ്ചയിച്ചത് എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങളുടെ പ്രതിരോധം ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു, ഞങ്ങൾക്കും ഊർജം പകരുന്നു. ഞങ്ങളുടെ സമരങ്ങൾക്ക്, റെയിൽവേ സ്റ്റേഷനുകളിൽ ഞങ്ങൾ നടത്തിയ മാർച്ചുകൾക്ക്, അവിടെ ഞങ്ങൾ നടത്തിയ ലഘുരേഖ വിതരണങ്ങൾക്ക്, അവിടെ ഞങ്ങൾ നടത്തിയ ഒപ്പുശേഖരണത്തിന്, MP രാഘവൻ MPക്ക് നൽകിയ നിവേദ സമർപ്പണത്തിനൊക്കെയും നിങ്ങളുടെ പ്രതിരോധം ഇന്നും ഇത്തരത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അത് ഇതായിരുന്നു: മോളെ, സ്ത്രീ എത്രമാത്രം ശാക്തീകരണം പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് എന്നതിനും ഞാൻ വായിക്കാറുണ്ട് എന്നതുകൊണ്ടും പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മകളെയാണ്. ഞാൻ ഇന്ന് ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് ഇവിടെ പെൺകുഞ്ഞായി ആരും ജനിക്കാതിരിക്കട്ടെ എന്നതാണ്. ഇന്ന് ഇവിടെ നടന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടന്ന നിരവധി കേസുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഷാരി, സൂര്യനെല്ലി, പറവൂര്, സൗമ്യ, ജിഷ. എവിടെയാണ് അവരുടെ ഘാതകരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇവരിൽ എത്ര പേർക്കാണ് ഈ ഭരണകൂടത്തിന് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചത്? നിങ്ങളിൽ എത്ര പേരാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇവിടെ നടക്കുന്ന ബലാത്സംഗത്തിനും ഗാർഹിക പീഡനത്തിനും കാരണമായ 80% വരുന്ന കേസുകൾക്കും കാരണമായ മദ്യത്തിനെതിരെ ശബ്ദിക്കുവാൻ ഇന്നും ഇവിടെയുള്ള ഏത് സ്ത്രീ പ്രസ്ഥാനമാണ് രംഗത്തുള്ളത് എന്ന ചോദ്യം തീർച്ചയായും GIO നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. 1992 മുതൽ ഇന്ന് വരെ നിരന്തരമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് GIO കേരള അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങളുടെ ആദർശവും ഞങ്ങളുടെ വിപ്ലവവും ഞങ്ങൾക്ക് നൽകാനെങ്കിൽ ഒരിറ്റെങ്കിലും ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുവാൻ നിങ്ങളിലെ ചുണക്കുട്ടികളിൽ ആരാണ് തയ്യാർ എന്ന് നിരന്തരമായി സംഘടന ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മുത്തലാഖിന്റെ വിഷയത്തിൽ നമുക്കറിയാം, മേഘ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ഭരണഘടന പറയുന്ന 44-ാം ആർട്ടിക്കിൾ പ്രകാരം ഒരു ഏക സിവിൽ കോഡ് വരാനുണ്ട്. ഇതാണ് മാർഗനിർദ്ദേശക തത്വം. അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കണം. പക്ഷേ അതിൽ പറഞ്ഞ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായ ഒന്ന്, മനുഷ്യന്റെ ജീവന് തന്നെ ഹാനികരമാകുന്ന മരുന്നുകൾ നിരോധിക്കണം എന്നത്, ലഹരി പാനീയങ്ങൾ, ലഹരി വസ്തുക്കൾ നിരോധിക്കണം എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വം കാണാതിരിക്കുകയും മുത്തലാഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏക സിവിൽ കോഡ്, സിവിൽ നിയമം എന്ന് പറയുന്നതിനെ തോണ്ടിയിടുകയും എടുത്ത് ഉയർത്തുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണെന്നത് കൃത്യമായി നമുക്ക് ധാരണയുണ്ട് എന്ന് ഇവിടെയുള്ള ഭരണകർത്താക്കൾ മനസ്സിലാക്കിയാൽ നന്നാകും. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ
പ്രമുഖ എഴുത്തുകാരിയായ നന്ദിത മേനോൻ ഒരിക്കൽ അവർ എഴുതുകയുണ്ടായി, നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലിംഗനീതിയെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ അവരുടെ വിവാഹ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനീതിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലെ സ്ത്രീകൾ തന്നെ അനുഭവിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ മറക്കുകയാണോ ചെയ്യുന്നത്? 1955 ഹിന്ദു സമുദായത്തിലെ സ്ത്രീകൾക്ക് വിവാഹമോചനം നേടുവാനുള്ള അല്ലെങ്കിൽ വിധവാ വിവാഹത്തിനുള്ള അനന്തരാവകാശത്തിനുള്ള അനുമതി കിട്ടിയത് എങ്കിൽ 1937 തന്നെ, അതിനു മുന്നേ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിനുള്ള അനുമതി കിട്ടി എന്നത് തന്നെ ഇസ്ലാം എന്താണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത് എന്ന് വായിക്കുന്ന യുക്തിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഫാഷിസത്തിന്റെ ചിന്ത അത് നമ്മളെ പരിഷ്കരിക്കണം എന്നതാണ്. പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദി ഈയടുത്ത് കോഴിക്കോട് വന്നപ്പോൾ അതിന്റെ ഒരു ദേശീയ കൂട്ടായ്മയിൽ, അതിന്റെ ഒരു കമ്മിറ്റിയിൽ, അതിന്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹം കടപ്പുറത്ത് വെച്ച് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തരുത്, തിരസ്കരിക്കരുത്, മറിച്ച് അവരെ കൂടെ നിർത്തുകയും പരിഷ്കരിക്കുകയുമാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരെ തിരസ്കരിക്കുകയല്ല, പരിഷ്കരിച്ച് കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏതൊന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നമ്പുകളാണ്. അത് ഇപ്രകാരമാണ്: മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, പാകിസ്ഥാനി മുല്ലകൾ അവരുടെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോവുക, അവർക്കൊരു പ്രശ്നവുമില്ല. അവർ പറയുന്നത് ഇതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മാതൃകയായി ഞങ്ങൾ കാണുന്നത് എന്നതാണ്. കൃത്യമായി ഇതിനെ മനസ്സിലാക്കുവാനും ചോദ്യം ചെയ്യുവാനും മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച നടന്നപ്പോൾ എന്താണ് വിവാഹപ്രായം എന്നത്, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ആരാണ് നിശ്ചയിക്കേണ്ടത് എന്നത്, വിവാഹം എന്ന സങ്കല്പത്തിൽ ഒരു പെണ്ണിന്റെ അവകാശം എന്താണ് എന്നത്, വിവാഹത്തിന്റെ തന്റെ വരനെ സെലക്ട് ചെയ്യുന്നതിൽ, സ്വീകരിക്കുന്നതിൽ, തന്റെ വിവാഹത്തിനെ കുറിച്ച് സങ്കല്പങ്ങൾ മെയ്യുന്നതിൽ ഇസ്ലാം എന്താണ് പെണ്ണിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്, അവളുടെ നിലപാട് എന്തായിരിക്കണം എന്നതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് തീർച്ചയായും സംഘടന കേരളീയ സമൂഹത്തിനോട് പറയുവാൻ നമ്മൾക്ക് കെൽപ്പുണ്ടായി എന്നതാണ്. ശൈശവിവാഹം എന്ന ഒരു ഉമ്മാക്കി കാട്ടി ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രൊഫഷണൽ കലാലയങ്ങളിൽ കാണുന്ന തട്ടമിട്ട പെൺകുട്ടികളെ കുറിച്ച് ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റ് ക്രൂരപീഡനത്തിന് വിധേയായി എന്ന് പറയുന്ന മലാല യൂസുഫ്സായി എന്ന് പറയുന്ന പെൺകുട്ടിയെ മാത്രം നിരന്തരമായി കേരളത്തിലെ കോളേജുകളിലും ക്യാമ്പസുകളിലും ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിന്റെ രാഷ്ട്രീയം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തീർച്ചയായും GIO ഓരോ സമയത്തും ഇവിടെയുള്ള സെക്യുലർ ലിബറൽ പാർട്ടികളോട്, ഇവിടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ്. നമുക്കറിയാം, ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം സമരങ്ങൾ സംഘടനയുടെ കീഴിൽ നടക്കുകയുണ്ടായി. നീ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറേണ്ടതില്ല, അഥവാ പ്രവേശിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും 5 രൂപ ഫൈൻ അടക്കണമെന്നത്, അവിടെയുള്ള അസംബ്ലികളിൽ എന്നും യൂണിഫോം ധരിക്കാതെ വരുന്ന കുട്ടികളുടെ കൂടെ എന്നും തലകുനിച്ച് പിടിച്ചുകൊണ്ട് മാത്രം നീ ശിരോവസ്ത്രം ധരിച്ചു തട്ടമിട്ടു എന്ന ഒരു കാരണത്താൽ കൊണ്ട് തന്നെ ഇവിടെ മാറി നിൽക്കണം, അസംബ്ലിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ സംഘടന എന്നും ചോദ്യം ചെയ്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2013 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ, അതിനുശേഷം നിർമ്മല സ്കൂളിൽ, എറണാകുളത്ത് വെച്ച് നടന്ന നിർമ്മല സ്കൂളിൽ, അതിനുശേഷം നമുക്കറിയാം 2015 ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ശിരോവസ്ത്ര നിരോധത്തിലും കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഒന്നാം കക്ഷിയായി GIO ഒന്നാം കക്ഷിയായിക്കൊണ്ട് കേസ് ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. ശിരോവസ്ത്രം എന്ന് പറയുന്നത് എന്റെ ബുദ്ധിയെയോ എന്റെ നിലപാടിനെയോ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ മറച്ചുവെക്കുന്ന ഒന്നല്ല എന്നതും, ഇതെന്റെ ഇഷ്ടവും ഞാൻ എന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ഒന്നാണ് ഹിജാബ് എന്ന് പറയുവാൻ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥിനികൾ തയ്യാറായി എന്നത് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം ഒരു സമയത്ത് 32 വർഷത്തിനു മുമ്പ് ഇവിടെ ഉണ്ടാക്കിയ GIO എന്ന സംഘടനയുടെ ഒരു ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രൊഫഷണൽ കലാലയങ്ങളിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ, കലാ സാംസ്കാരിക രംഗത്ത് മികച്ച പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട് എങ്കിൽ,
എഴുത്തിന്റെ മേഖലകളിലോ അഭിപ്രായ പ്രകടനത്തിന്റെയോ കാര്യത്തിലോ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് പറയുവാൻ സാധിക്കും, നമ്മുടെ മുൻഗാമികൾ ഇവിടെ പണിതതിന്റെ ഫലമാണ് ഇവിടെയുള്ള പെൺകുട്ടികൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കും. ഇവിടെയാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. പെണ്ണെ, നീ മിണ്ടേണ്ടതില്ല, നിന്റെ ശബ്ദം ഹറാമാണെന്ന് ഇന്നും ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ടെങ്കിൽ, മറുവശത്തെ നീ ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ വിശ്വാസങ്ങൾ നിന്നിലെ അഭിമാന ബോധത്തെ തളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് ഫാഷിസ്റ്റ് ശക്തികൾ ഒരു വശത്ത് പറയുന്നുണ്ട് എങ്കിൽ, മറുവശത്തെ നീ ശിരോവസ്ത്രം അഴിച്ചു വയ്ക്കുകയും ഒരു ജീൻസിന്റെയും ഒരു ബനിയനും നീ ധരിച്ചാൽ ഏത് പുരോഗമന പ്രസ്ഥാനത്തിലും ഏത് പുരോഗമന സദസ്സുകളിലും നിനക്ക് ഒരു മുസ്ലിം പെണ്ണെന്ന നിലയിൽ തന്നെ ഐഡന്റിറ്റി കിട്ടും. എന്തിനാണോ നീ ഒരു പഴഞ്ച വസ്ത്രം ധരിക്കുന്നത്? അല്ലേ? എന്നോട് തന്നെ പ്രമുഖ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റ് കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ പോയപ്പോഴേ അവർ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, ആദ്യം കണ്ട ഫസ്റ്റ് മൊമെന്റിൽ അവർ ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഇടങ്ങേറാവുന്നില്ലേ എന്നതാണ്. സുഹൃത്തെ, നമുക്കിവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സ്ത്രീയുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ട്, അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്റെ വസ്ത്രത്തിലേക്ക് മാത്രം നോക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ വസ്ത്രത്തിലേക്ക് നോക്കി എന്റെ ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ ഒന്നാമതായി തന്നെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നത് എന്ന ഒരു ചോദ്യം നിരന്തരമായി കേരളത്തിലെ പൊതുജനത്തോട്, പൊതുസമൂഹത്തോട് GIO ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുന്ന എല്ലാവിധ അടിസ്ഥാന ആവശ്യവാദങ്ങൾക്കും പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട് എന്നത് യുക്തിഭദ്രവും മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹു നിർമ്മിച്ച ഒരു പ്രകൃതിക്കിണങ്ങുന്ന ചില നീതിശാസ്ത്രങ്ങൾ ഇവിടെ നടപ്പിലാകേണ്ടതുണ്ടെന്ന് GIO മനസ്സിലാക്കുന്നുണ്ട്. പെണ്ണ് എന്താണ് തന്റെ ധർമ്മമെന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് ആണ് മനസ്സിലാക്കണം, അവൾ എന്റെ അടിമയല്ല. ഒരു മനുഷ്യനെയും ഒരു സൃഷ്ടിയെയും അള്ളാഹു വേറൊരു സൃഷ്ടിയുടെ അടിമയാക്കിയിട്ട് ഇവിടെ പടച്ചിട്ടില്ല, ഒരു സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന ആഹ്വാനമാണ് നമ്മളെ ഇവിടെ അഭിമാനപൂർവ്വം നിൽക്കുവാൻ ഇപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുമ്പിൽ ജീവിച്ച, നമ്മൾ ഇന്ന് മനുഷ്യാവകാശ ദിനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് പല വേദികളും പലരും മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താൻ ഒരു വിശ്വാസ ആദർശത്തെ, ഇതാണ് എന്റെ വിശ്വാസ ആദർശം എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു എന്നതിന്റെ പേരിലാണ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. അവരുടെ ഉമ്മയെ കാണാൻ പോയപ്പോഴേ, അവരുടെ ഭാര്യയെ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എന്തിനാണത്? ഒരു മനുഷ്യന് താൻ ഇഷ്ടപ്പെടുന്ന മതം ഇതാണെന്ന് പറയുവാൻ പോലും ഈ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമകാലിക സാമൂഹിക സാഹചര്യത്തിൽ അതിന് സമ്മതമില്ല എങ്കിൽ, അവൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു എങ്കിൽ, ഇവിടെ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ത് മതേതരത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് എന്റെ മകൻ നജീബ് എന്ന് 55 ദിവസങ്ങളായി ഒരു ഉമ്മ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് എന്റെ മകൻ നജീബ്? രാഷ്ട്രീയത്തിനോ ഇവരിരിക്കുന്ന കർത്താക്കൾക്കോ നിയമപാലകർക്കോ അവിടെയുള്ള കോളേജ് അധികൃതർക്കോ മറുപടിയില്ല. എവിടെയാണ് ഒരു വിദ്യാർത്ഥി? എവിടെയാണുള്ളത്? പക്ഷെ അവർക്ക് മറുപടി ചില കാര്യങ്ങളിൽ മാത്രമാണ്. നമുക്കറിയാം അല്ലേ, ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ അവർ എന്നിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീയെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും മാവോവാദികളെ കുറിച്ചുമാണ്. അവരെയാണ് നിരന്തരമായി അവർ അടിച്ചമർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായും മറ്റു പല ചരിത്രരേഖകളിലേക്കും പോവേണ്ടതില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട് 8ഓളം വിവാഹ രീതികളാണ്, മോചന രീതികളാണ് ഇസ്ലാമിൽ ഉള്ളത് എന്നത്. നിങ്ങളിൽ എത്ര പേരാണ് ഇസ്ലാമിലെ 8ഓളം വിവാഹമോചന രീതികളെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് എന്നത്? ഒരു പ്രമുഖനായ ഒരു പ്രാസംഗികൻ ഈ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വേറെ RSSകാരനായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, മുത്തലാഖ് എന്താണിത്, മുസ്ലിം സ്ത്രീയെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരു സിമ്പിൾ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സഹോദര, താങ്കൾക്ക് എന്താണ് ത്വലാഖ് എന്നതിനെ കുറിച്ച് അറിയാമോ?
താങ്കൾക്ക് എന്താണ് മുത്തലാഖ് എന്നതിനെ കുറിച്ച് അറിയാമോ? ഇസ്ലാമിലെ വിവാഹമോചന രീതികളെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? നമ്മളിൽ എത്ര പേർക്കാണ് ഈലാ, ലിഹാർ, ലിആൻ, ത്വലാഖ്, ഖുൽഉ, ഫസ്ഖ് തുടങ്ങിയ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനും മനുഷ്യന്റെ പ്രകൃതിക്കും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യസ്ത തലത്തിൽ ഇവിടെ നമുക്ക് പഠിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞ ഈ വിവാഹമോചന രീതികളെ കുറിച്ച് നമ്മളിൽ എത്ര പേർക്കാണ് അറിയുക? തലാഖിനെ കുറിച്ചും മുത്തലാഖിനെ കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ഖുൽഇനെ കുറിച്ചും ഫസ്ഖിനെ കുറിച്ചും നിങ്ങൾ എന്താണ് നിശബ്ദത പാലിക്കുന്നത് എന്ന് ചോദിക്കാൻ നമ്മളിൽ എത്ര പേർക്കാണ് ആർജവമുള്ളത്? ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇസ്ലാമിനെ തന്നെയാണ്. ഇസ്ലാമിന്റെ സംസ്കാരത്തെ കുറിച്ചാണ് തീർച്ചയായും നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കേണ്ടത്. അത് നമ്മുടെ സഹോദരന്മാർക്കും സഹോദര സംഘടനകൾക്കും നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർക്കും പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ ആർജവം കാണിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്വം ഒരുപാട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മുജാദല എന്നാണ്. എന്താണ് മുജാദല എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇവിടെ മതപൗരത്വം ചിലപ്പോൾ ചില സമയത്ത് നിശബ്ദമായി നിൽക്കും. മുജാദല എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ് അർത്ഥം. തർക്കിക്കുന്നവൾ എന്ന ഒരു പേരിൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന് പേര് വന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? തർക്കിക്കുന്നവൾ എന്നൊരു സൂറത്തിന്റെ പേര് എങ്ങനെയാ പറയുക? അതിന്റെ ആദ്യ ആയത്ത് ഖദ് സമി അല്ലാഹു ഖൗലല്ലദീന തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. എങ്ങനെയാണ് അത് വരിക? അല്ലാഹു കേൾക്കുന്നുണ്ട്, അവൾ ഒരു പെണ്ണിന്റെ ശബ്ദം അല്ലാഹു കേൾക്കുന്നുണ്ട്. ആ പെണ്ണ് നിന്നോട് തർക്കിക്കുന്ന, അവളുടെ ഇണയുടെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുന്നതും അല്ലാഹു കേൾക്കുന്നു. വതഷ്തകി ഇലല്ലാഹ്, അവൾ അല്ലാഹുവിലേക്ക് മുഴുവൻ പരാതികളും ആവലാതികളും ബോധിപ്പിക്കുകയാണ് എന്ന അല്ലാഹുവിന്റെ ഖുർആൻ വചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് ഇസ്ലാം. ഇവിടെയാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ഇവിടെയാണോ പെൺശബ്ദത്തെയും സ്ത്രീ പ്രതിരോധത്തെയും സംബന്ധിച്ച് ഇസ്ലാമിനെ നിങ്ങൾ പ്രതിരോധത്തിൽ നിർത്തുന്നത്? ആസിയ ബീവിയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ രക്തസാക്ഷി, ഇവിടെ ജനിച്ചു വീഴുന്ന സകല വിശ്വാസികൾക്ക് മാതൃകയായിട്ട് അള്ളാഹു പറഞ്ഞ സ്ത്രീയാണ് ആര്? ആസിയ ബീവി. അവർ നടത്തിയ ഒരു പ്രാർത്ഥന, അവർ സ്വീകരിച്ച ഒരു നിലപാട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇവിടെ നടക്കുന്ന ഏത് ലീഡറിന്റെ, ഏത് രാഷ്ട്രീയ നേതാവിന്റെ, ഏത് ഭരണാധികാരിയുടെ, ഏത് രാജാവിന്റെ ഭാര്യക്കാണ് ഈ ഒരു ആദർശത്തെ, നിലപാടിനെ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുവാൻ സാധിക്കുക എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നാവും. റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി എന്നതാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥന. അല്ലാഹുവേ, ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ സകല കിങ്കരന്മാരെയും ജനങ്ങളെയും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അടിച്ചമർത്തി ഭരിക്കുന്ന ഏകാധിപതിയായ ഈ ഭരണാധികാരിയുടെ പ്രവർത്തനത്തിൽ നിന്നും നീ എനിക്ക് വിടുതൽ നൽകണമേ നാഥ എന്ന് പറഞ്ഞ ഏത് സ്വേച്ഛാധിപത്യ ഭരണാധികാരിയുടെ മുഖത്തു നിന്ന് ശബ്ദമുയർത്തിയ ആസിയ ബീവിയാണ് നമുക്ക് മാതൃക. നമുക്കറിയാമല്ലോ അല്ലെ, നമ്മുടെ ഏകാധിപത്യത്തിന്റെ എല്ലാവിധ അടയാളങ്ങളുമുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാര്യ അവരെന്താണ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ ശൈശവ വിവാഹത്തെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിവാഹം മൂലം തനിക്ക് നിഷേധിക്കപ്പെട്ട അവകാശത്തെ കുറിച്ചാണോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഭരണഘടന അവർക്ക് നൽകുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്കിൽ നമുക്ക് മുമ്പുള്ള മാതൃക, നമ്മളിൽ ഊർജവും ആവേശവും പകരുന്ന മാതൃക എന്താണ് എന്നത് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു കൊടുക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യാവകാശ ദിനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താൻ ആദർശിച്ചുയർച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണമെന്നും അള്ളാഹുവിന്റെ ദീനിനെയാണ് മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം നൽകുന്നെന്നുമെന്ന് പറഞ്ഞ ഒരു അടിമയായ, കാപ്പിരിയായ, കറുത്തവളയായ ഒരു സ്ത്രീയാണ് ആദ്യത്തെ ഇസ്ലാമിലെ രക്തസാക്ഷി എന്ന് മനസ്സിലാക്കുമ്പോൾ, സുമയ്യ എന്ന് പറയുന്ന അടിമ സ്ത്രീയാണ് കാപ്പിരിയായ, കറുത്തവളായ, അടിമയായ സുമയ്യ എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് എനിക്ക് അടങ്ങിയിരിക്കുവാൻ സാധിക്കുക? നേരത്തെ MK മുഹമ്മദ് അലി സാഹിബ് സൂചിപ്പിച്ചു, എവിടെയാണ് എനിക്ക് ധിക്കാരിയല്ലാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുക?
എന്റെ പ്രതിരോധ ആശയത്തിന് എനിക്ക് മുമ്പുള്ള ആളുകളോട് തുറന്നു കാണിക്കുവാൻ എനിക്കെങ്ങനെയാണ് സാധിക്കാതിരിക്കുക? നീ എന്നും നിന്റെ വീടകങ്ങളിൽ ഒതുങ്ങി അടങ്ങി കഴിയുക എന്നതല്ല ഇസ്ലാമിന്റെ കർമ്മം എന്നത്. ഒരു സത്യവിശ്വാസിയുടെ ഇന്നേ ദിവസവും നാളെയും തമ്മിൽ സമമാവുകയില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം. ലാ തസിറു വാസിറതൻ വിസ്റ ഉഖറ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ഇന്ന സഅയഹു സൗഫ യുറ സുമ്മ യുജ്സാഉൽ ജസാഉൽ മർഅ. ഏതൊരു മനുഷ്യന്റെ കർമ്മത്തിനും വേറൊരു മനുഷ്യന് കുറ്റം ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. ഓരോ മനുഷ്യന്റെയും കർമ്മത്തിന്റെയും അണു ഇളവ് വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ബോധിപ്പിക്കുന്നതാണ്. അവന് ആ കർമ്മത്തിനനുസരിച്ച് കൃത്യമായ അളവും തൂക്കവും അനുസരിച്ച് നാളെ പ്രതിഫലം നൽകുമെന്ന വിശ്വാസമാണ് നമ്മളെ ഈ മാർഗത്തിൽ ഇന്നും അടിയുറപ്പിച്ചു നിർത്തുന്നത്. നാഥ, ഇന്ന് എന്റെ ദിവസത്തിൽ ഒരു മനുഷ്യനെയെങ്കിലും സന്തോഷിപ്പിക്കുവാൻ, ഒരു മനുഷ്യനെയെങ്കിലും നന്മ കാണിച്ചു കൊടുക്കുവാൻ, നന്മ ചെയ്തു കൊടുക്കുവാനുള്ള ഭാഗ്യം തന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. കർമ്മം കൊണ്ട് എന്റെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, സൗന്ദര്യം കൊണ്ടല്ല. ഞാൻ ധരിച്ച വസ്ത്രത്തിന്റെയോ എന്റെ മുഖത്തുള്ള മുഖക്കുരുവിന്റെ പേര് നീ മുഖം കിനിച്ചിരിക്കുക എന്ന് ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിൽ പറയുമ്പോൾ അല്ലേ, നീ ഇനി മുഖം കുനിച്ചിരിക്കേണ്ടതില്ല, നീ ഇനി പ്രൊഫഷണൽ നിന്റെ വിദ്യാഭ്യാസത്തിലേക്ക്, നിന്റെ ക്യാമ്പസുകളിലേക്ക് നീ തലയുയർത്തി പിടിച്ചു നടക്കുക, കാരണം നിന്റെ മുഖത്ത് മുഖക്കുരുവില്ല. നീ ഇനി വിവാഹ കമ്പോളത്തിന്റെ മാർക്കറ്റിൽ നിനക്ക് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, കാരണം നീ വെളുത്തിരിക്കുന്നു, നിന്റെ മുഖം ഇപ്പോൾ നല്ല സുന്ദരമാണ്. നിനക്കൊരു ജോലി കിട്ടാൻ ഇനി ഏറെ പ്രയാസമൊന്നുമില്ല, കാരണം നീ ഫെയർ ആൻഡ് ലവ്ലിയുടെ സുന്ദര പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ അവയവത്തിലേക്ക്, നിന്റെ ചിരിയിലേക്ക്, നിന്റെ നടത്തത്തിലേക്ക്, നിന്റെ വസ്ത്രത്തിലേക്ക്, നിന്റെ മേനി മെളുപ്പിലേക്ക് നീ എന്ത് ചെയ്യുക? നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ, ശരീരമെന്ന് പറയുന്നതാണ് ഈ ലോകത്തിന് സംഭവിച്ച ഏറ്റവും എന്ന നഷ്ടം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ഉടലുകൾ 30 എന്നോ 3 എന്നോ 4 വയസ്സെന്നോ 90 വയസ്സെന്നോ പ്രായഭേദമില്ലാതെ ഇവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നത്. ആ ഒരു പരസ്യവാചകത്തിന്റെ പുറകെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നീ നിന്റെ കർമ്മത്തിലേക്ക്, നിന്റെ ആത്മസംസ്കരണത്തിലേക്ക്, നിന്റെ പഠനത്തിലേക്ക്, നിന്റെ അഭിപ്രായങ്ങളിലേക്ക്, നിന്റെ പ്രതിരോധങ്ങളിലേക്ക്, നിന്റെ സമര മുദ്രാവാക്യങ്ങളിലേക്ക് നിന്റെ ഊർജത്തെയും ആയുസ്സിനെയും നിന്റെ സമയത്തെയും നിന്റെ ചിന്തയെയും ചെലവഴിക്കണം എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് തന്നെയാണ് നമ്മൾ മാർഗമായി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അതല്ലാത്ത ഒരു ബദൽ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പെൺകൂട്ടത്തിന്റെ ഇടമായി GIO-വിനെ മനസ്സിലേറ്റുവാനും നെഞ്ചേറ്റുവാനും അതിനുവേണ്ടി കർമ്മോത്സുകരായി രംഗത്തിറങ്ങുവാനും അതിന്റെ മാർഗത്തിൽ ജീവിതം അർപ്പിക്കുവാനും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട് നാഥ എന്ന് ആത്മാഭിമാനത്തോടുകൂടി സംസാരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 760ഓളം യൂണിറ്റുകളിൽ 10,000-ഓളം വരുന്ന അതിന്റെ അണികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദീനീ വിശ്വാസത്തിന്റെ, ഈ ഒരു ആത്മബോധത്തിന്റെ പിൻബലത്തോടുകൂടി തന്നെയാണ്. തീർച്ചയായും നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. കൂരമ്പുകൾ ഇസ്ലാമിന്റെ നേരെ പതിയുന്നത് ഒന്ന് തീവ്രവാദത്തിന്റെ പേരിലാണെങ്കിൽ, ഒന്ന് മുസ്ലിം സ്ത്രീയുടെ പേരിലാണെന്ന് നമ്മൾ അറിയുക. അതിന്റെ ഇസ്സത്തിനെയും ആത്മാഭിമാനത്തെയും ഉയർത്തിപ്പിടിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും പെരുത്തു സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നമ്മൾ തന്നെയാണെന്നത് ഒന്നുകൂടി യക്കീനായി ഉറപ്പിക്കുക. അതുകൊണ്ട് വിശ്രമത്തിനുള്ളതല്ല ഈ ജീവിതം എന്നത് ഒരിക്കൽ കൂടി മനസ്സോട് ഉറപ്പിച്ചു പറയുക. എന്റെ വിശ്രമം അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേർന്നാൽ മാത്രമാണെന്നതും ഈ ജീവിതം തുലോം നിശ്ചിതം വിരളവുമാണ് എന്നത്, ചെറിയ ഒരു ജീവിതത്തിൽ എനിക്കെന്ത് ചെയ്യാനാവും എന്നതാണ് നിരന്തരം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടത് എന്നത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ 32 വർഷക്കാലത്തെക്കുറിച്ച് നിതാന്ത ജാഗ്രതയോടുകൂടി പഠിക്കുക. അതിന്റെ സമര പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഭാവിയിൽ എന്താണ് ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വപ്നം കാണേണ്ടത് എന്നത് നമ്മുടെ നിഘണ്ടുവിലും അജണ്ടയിലും ഉണ്ടായിരിക്കുക. അതിന്റെ കർമ്മപദത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഞാൻ, എന്റെ കുടുംബം, എന്റെ വ്യക്തി എന്ന നിലയിൽ എന്റെ വളർച്ച, സമൂഹം, കുടുംബം എന്ന വിശാലമായ ദേശം, രാഷ്ട്രം, അങ്ങനെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ സ്വപ്നത്തെ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവും പ്രാപ്തിയും തന്നെ, ആരോഗ്യവും തന്നെ
നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയാം, ഇസ്ലാമിക പ്രസ്ഥാനം നമുക്ക് അഭിമാനബോധം നൽകിയിട്ടുണ്ട്, അറിവ് നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ആയുധങ്ങളും ഇനി നമ്മുടെ കർമ്മപഥത്തിൽ നമുക്ക് എടുത്ത് ഉപകരിക്കുവാനുള്ള ആയുധങ്ങളാണ്. കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അതില്ലാതിരുന്ന പെൺകൂട്ടത്തിനാണ് GIO എന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടന അഭിമാനവും അറിവും തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പ് ജീവിച്ചു പോയ നമ്മുടെ കർമ്മഭടന്മാർ നമുക്ക് വേണ്ടി സമ്മാനിച്ച ആ അമാനത്തിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നും കൂടുതൽ ഊർജ്ജസ്വലരായി കോഴിക്കോടിന്റെ മണ്ണിൽ പണിയെടുക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.